ഇവിടെ ശ്രീ പ്രകാശ് മാഷ് പറയുകയായിരുന്നു, നിങ്ങൾ വെട്ടിലായതുകൊണ്ടാണ് നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ അൻവറിനെ പറ്റി ഇനി പറയാൻ ആഗ്രഹിക്കാത്തത് എന്ന്. അത്രമാത്രം നിങ്ങളെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു അൻവർ എന്ന്. അല്ല, അത് പ്രകാശ് മാസ്റ്റർക്ക് കഥ അറിയാതെ ആട്ടം കാണുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഞാൻ പോലും അദ്ദേഹത്തിന്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതൊക്കെ അവർ പറഞ്ഞോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ശ്രീ വേണു, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാമത്തെ പാർട്ടി ഇപ്പോൾ BJP ആണ്, രണ്ടാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ്, നാലാമത്തെ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. ആ പാർട്ടിക്ക് കേരളത്തിൽ ഒരു പ്രത്യേകിച്ച് എവിടെങ്കിലും ജില്ലാ കമ്മിറ്റിയോ ബ്ലോക്ക് കമ്മിറ്റിയോ അല്ലെ മണ്ഡലം കമ്മിറ്റിയോ യൂണിറ്റ് കമ്മിറ്റികളോ വേണമെന്നറിയാലോ ഇതൊക്കെ എന്താണ്. അപ്പൊ അങ്ങനൊന്നും ഇല്ലാത്ത, ചിത്രത്തിലില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചോ ആ ചിത്രത്തിലില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്തു പോകേണ്ട കാര്യം ഞങ്ങൾക്ക് ഇപ്പോഴില്ല. ഞങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, വലിയ കാര്യങ്ങൾ പറയാനുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ഞങ്ങളുടെ ഒരു എതിരാളിയായ പാർട്ടിയായി ഞങ്ങൾ കേരളത്തിൽ കണക്കാക്കുന്നില്ല വേണു. അങ്ങനൊരു പാർട്ടിയെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ തുടക്കത്തിൽ ഒരു കൺവെൻഷൻ നടക്കുന്ന സ്റ്റേജിൽ ആ അമിതമായ ആത്മവിശ്വാസം ആവശ്യമില്ല, ഒരു തെരഞ്ഞെടുപ്പിൽ ആവശ്യമില്ലാന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പറയുന്നത്, ശ്രീ സുഗു ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നു, അതുപോലെ തന്നെ CPM പ്രതിനിധിയായി ശ്രീ പ്രകാശൻ മാസ്റ്റർ പങ്കെടുക്കുന്നു, മാധ്യമപ്രവർത്തകൻ എന്നുള്ള ശ്രീ ചേക്കുട്ടി പങ്കെടുക്കുന്നു. വേണു എത്രയോ വർഷമായി നമ്മൾ അറിയുന്നതാണ്. ഞാനൊരു കാര്യം പറയാണ്, 85,000+ വോട്ടുമായി ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നിന്ന് വിജയിച്ചിരിക്കും. ഭൂരിപക്ഷമല്ല ഞാൻ പറയുന്നത്, ആകെ പോൾ ചെയ്യുന്ന വോട്ടിൽ 85,000+ വോട്ടുമായി ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിലേക്ക് പോയിരിക്കും. അത്രയധികം കൃത്യമായ വർക്ക് ഞങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. ഞങ്ങൾ കേവലം പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ചല്ല, ഇതിനു മുമ്പ് മത്സരിച്ച സ്ഥാനാർത്ഥി ശ്രീ VV പ്രകാശിന്റെ തെരഞ്ഞെടുപ്പിന് കിട്ടിയ വോട്ട്, അതിനു മുമ്പ് ഷൗക്കത്തിന് കിട്ടിയ വോട്ട്, അതിനു മുമ്പ് ആര്യാടൻ മുഹമ്മദ് കിട്ടിയിട്ടുള്ള വോട്ട്, ഈ മണ്ഡലത്തിൽ 85,000+ വോട്ട് കിട്ടും ആര്യാടൻ ഷൗക്കത്തിന് എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇന്നിപ്പോ നാമനിർദ്ദേശ പത്രിക നൽകിയതിനു ശേഷം അൻവർ പോയത് അങ്ങിപ്പോൾ ഓർമ്മിപ്പിച്ച VV പ്രകാശിന്റെ വീട്ടിലേക്കാണ്. ആ നന്ദനെയൊക്കെ കണ്ട് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നല്ലോ. അങ്ങയുടെ തിരക്കിനിടയിൽ അങ്ങ് കണ്ടു കാണും. ഒറ്റ സെക്കൻഡ്. ഈ 85,000+ വോട്ടുണ്ടല്ലോ, അതിൽ ആ വീട്ടിലെ വോട്ട് ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പല്ലേ? എന്താ വീട്ടിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ? ആ വീട്ടിലേക്ക് കയറാൻ പറ്റുന്നില്ല എങ്കിൽ പലരുടെയും മനസ്സിനകത്തേക്കും കയറാൻ പറ്റാത്ത വലിയൊരു തടസ്സമായി പല കാര്യങ്ങളും വരും ദിവസങ്ങളിൽ. അല്ലെങ്കിൽ ഇതിന് മറുപടി പറയേ. എന്നോടാണോ വേണു? അതെ, എന്നോടാണോ? എന്നോടാണെങ്കിൽ അതിന് കൃത്യമായ ഉത്തരവ് എനിക്കുണ്ട്. അങ്ങനൊന്നും പ്രചരിപ്പിച്ചാൽ പതറിപ്പോകുന്ന ആളല്ല. എന്തേ VV പ്രകാശിന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ സഹസ്ര കോടി പയറ്റിയല്ലോ CPM. അല്ല, അത് വേറെ സഹസ്ര കോടി അവര് പയറ്റിയത് കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അല്ല, ഒരു സെക്കൻഡ്. അങ്ങ് കൃത്യമായി 85,000+ എന്ന് പറയുമ്പോൾ എന്റെ ലളിതമായ ചോദ്യം, ഏതാണ്ട് 2.32 ലക്ഷം ആളുകൾ എന്തോ അല്ലേ അവിടെ വോട്ടർമാരായി ഉള്ളതായി അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ 85,000+ നിങ്ങൾക്ക് കിട്ടും, മൈനസ് VV പ്രകാശിന്റെ വീട് അല്ലേ? അത് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്, അത് ഉയർത്തുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. പറഞ്ഞോളൂ. ഒന്നുമില്ല വേണു. അങ്ങനെ സ്വപ്നം കാണാനും മലർപ്പടിക്കാരന്റെ ദിവാസ്വപ്നങ്ങൾ കാണാനും ഒക്കെ ഒറ്റ മറുപടി തന്നാൽ മതി. ആ വീട്ടിലെപ്പോ പോകും? പറഞ്ഞല്ലോ, ഞാൻ ഈ ചർച്ചയിലേക്ക് വേണു ഞാൻ പറയാന്നേ, മുഴുവൻ കാര്യങ്ങൾക്ക് മറുപടി പറയാം. നിങ്ങൾ എന്തിനാ ഇത്രയും വെപ്രാളപ്പെടുന്നേ? ഒരു വെപ്രാളമില്ല. ഈ ഒരു ഒറ്റ കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ട് ബാക്കി അങ്ങ് എത്ര സമയം നിങ്ങൾ പറയുന്നതിന് മറുപടി പറയാനല്ലോ ഇവിടെ ഇതിന് അത് ഉൾപ്പെടെയാണ് അങ്ങയുടെ ചുമതല. അത് ഉൾപ്പെടെയാണ് ഇവിടെ. അല്ലല്ല, ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയൽ ഉൾപ്പെടെയാണ് അങ്ങയുടെ ചുമതല. നിങ്ങൾ അല്ല, അത് ചോദിക്കാന്നേ. നിങ്ങൾ എന്ത് ചോദിച്ചാലും അതിന് മറുപടി പറയുമെന്നേ. നിങ്ങൾ എന്ത് ചോദിച്ചാലും അതിന് മറുപടി പറയും. അതിനകത്ത് ഒരു തർക്കവും വേണ്ട. അങ്ങനെ ഒളിച്ചോടി പോകുന്നൊരു സ്വഭാവക്കാരനുമല്ല ഞാൻ. അതാദ്യം മനസ്സിലാക്കിയോ. വളരെ കൃത്യമായി ഞാൻ പറയുകയാണ്. ഇവിടെ ലീഗിന്റെ യോഗത്തിൽ ചർച്ച നടന്നു. പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചില്ലേ, അല്ലെങ്കിൽ അതിന്റെ മറ്റു നേതാക്കളെ വിമർശിച്ചില്ലേ? യോഗത്തിൽ പങ്കെടുത്ത ആളാണോ സുഗു? അവിടെ അറിയാൻ മേലാത്ത കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറയാം. നിങ്ങൾ പറയുന്ന തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയെ നമ്പാൻ പാടില്ല എന്ന് ആ യോഗത്തിൽ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പച്ച കള്ളം മാത്രം പറയുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സറിവില്ലാത്ത കാര്യമാണ്. പത്രസമ്മേളനങ്ങളിൽ അദ്ദേഹം വാവിട്ട വാക്കുകൾ പറയുന്നു.
എറിയുന്ന കല്ലും പറയുന്ന വാക്കും ഒരുപോലെയാണ്. അയാളെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് ആ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു. UDFന്റെ ഭാഗമായി നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി ഞാൻ ഈ ചർച്ചയിൽ പറയുന്നു, ആ യോഗത്തിൽ തൃണമൂലിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് കുഞ്ഞാലിക്കുട്ടിയെ പോലൊരു നേതാവിന്റെ പരാമർശം ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നു.